കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നും വിദ്യാർത്ഥികൾ ആക്രമിച്ചത് നഞ്ചക്ക് കൊണ്ടാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരികയാണ്. ഗൂഢാലോചനയിൽ മുതിർന്നവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് കോഴിക്കോട് റൂറൽ SP KE ബൈജു 24നോട് പറഞ്ഞു. പോലീസ് നമ്മൾ എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരെ പറഞ്ഞ ഈ പ്രതികളായിട്ട് നിൽക്കുന്ന ആളുകളെ 5 കുട്ടികളെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. അവരുടെ വീടുകളിലൊക്കെ പോയി പേരൻസിനെ കൊണ്ടുവന്ന് അവസാനം അവരെ നമ്മള് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പ് ഹാജരാക്കി. തിരിച്ചയച്ചിട്ട് ഇന്ന് 11 മണിക്ക് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ എപ്പോഴാ പറഞ്ഞതാണ്, ഈ കുട്ടി ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാകുമ്പോൾ ഇനി അടുത്ത നടപടി എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ലോ പ്രകാരം അവര് ഈ പറഞ്ഞ കോൺഫ്ലിക്ട് വിത്ത് ലോ ആണല്ലോ, കുട്ടികളുമായിട്ടുള്ള ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നടപടിക്രമം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ തന്നെയാണ്. പിന്നെ ആ ഗ്രൂപ്പില് മുതിർന്ന ആളുകളുണ്ടോ, ആരെങ്കിലും അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ നടപടി എടുക്കാൻ നോക്കും. ഇതുവരെ നമ്മൾ അനലൈസ് ചെയ്തതിനകത്ത് വേറെ ഈ കുട്ടികളുടെ ഗ്രൂപ്പിനകത്ത് മുതിർന്ന ആൾക്കാരൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നവരെന്ന് ട്രിസ് ട്യൂഷൻ സെന്റർ ഉടമ പ്രവീഷ് 24നോട് പറഞ്ഞു. പ്രതികളായി പറയുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് സാർ. 5 കുട്ടികളിൽ 3 കുട്ടികളെ ഫുൾ A+ ആണ് സാർ. അതിനിടെ മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് പുറത്തു വന്നു. അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. അത് കേൾക്കാം. ഷഹബാസ് എങ്ങനെയാന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസ് എങ്ങനെയാന്ന് പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും. ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ MJ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് ഈ ഇൻസ്റ്റഗ്രാം ചാറ്റിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഈ കൂട്ടത്തല്ലിൽ കൊല്ലപ്പെട്ടാൽ പോലീസ് കേസെടുക്കില്ല എന്നൊരു 10ാം ക്ലാസ്സുകാരൻ പറയുന്നുണ്ട്. അങ്ങനെ ഞെട്ടിക്കുന്നതാണ് ആ ശബ്ദ സന്ദേശങ്ങൾ. അതിനിടെ മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം കേസിന്റെ തുടർ നടപടി എന്താണ് പോലീസ് ആലോചിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. ഷാഹിദ് റഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരും. മിഥില ബാലൻ താമരശ്ശേരിയിൽ നിന്ന്. ആ നാട് മുഴുവൻ നടുങ്ങി നിൽക്കുകയാണ്. കേരളം ഒന്നാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു വാർത്തയാണ്, വലിയ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. മിഥില ബാലൻ താമരശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് എന്ന് ഷഫീദ് റാവുത്തർ പങ്കുവയ്ക്കും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ചെറിയൊരു തർക്കത്തിൽ തുടങ്ങി പിന്നീട് ഒരു 10ാം ക്ലാസ്സുകാരന് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന ഇവർ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്നത്, അത് നടപ്പാക്കിയതിന് ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ സംസാരിക്കുന്നത്, ഇതൊക്കെ വലിയ നടുക്കമാണല്ലോ ദീപക് ധർമ്മടം ഉണ്ടാക്കുന്നത്. റിജിത്ത്, വലിയ നടുക്കമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ഗൂഢാലോചനയുടെ ആശങ്ക ജനങ്ങളിൽ ആകെ പടരുന്ന സാഹചര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരു പക്ഷേ നിരാശരാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി തന്നെ, അതായത് ഈ കേസിൽ ആദ്യം പോലീസ് ചുമത്തിയത് BNS 109 സെക്ഷൻ 1 ആയിരുന്നു. അതായത് നരഹത്യക്ക് കാരണമാകുന്ന വകുപ്പാണ്, നരഹത്യക്ക് ഇടയാക്കുന്ന വകുപ്പ്. പക്ഷെ എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ പോലീസ് വകുപ്പ് മാറ്റി കൊലക്കുറ്റം ചുമത്തി കഴിഞ്ഞു. BNS 103(1)
സെക്ഷൻ ചുമത്തി കഴിഞ്ഞു. അതായത് പഴയ 302 IPC-യിലെ 302 വകുപ്പ് ചുമത്തി കഴിഞ്ഞു. ഇതിൽ ഇന്നലെ രാത്രി തന്നെ 5 പ്രതികളെയും പോലീസ് വീട്ടിൽ പോയി അവരെ കണ്ടെത്തി, രക്ഷിതാക്കളെ ഉൾപ്പെടെ കണ്ടെത്തി, പരിശോധിച്ചു. അത് കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി ജുനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി. അവർ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇന്ന് 11 മണിക്ക് ഹാജരാവാൻ, ഇന്ന് കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ അവർ ഹാജരാകും. അവിടെ നമ്മുടെ പ്രതിനിധി അഭിജിത്ത് മുടക്കുന്നുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസൂത്രിതമായ കൊലപാതകമാണ്. അതായത് ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയിൽ ഉണ്ടായ ഒരു ചെറിയ കശപിശ, ആ കശപിശയുടെ പകവെച്ചുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി സംഘം ചേർന്നുള്ള ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഈ കേസ് അന്വേഷിക്കുന്ന സായൂജ് CI, അതുപോലെ അവിടുത്തെ DYSP സുഷീർ, അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച റൂറൽ SP KE ബൈജു, ഇവരെല്ലാം പറയുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ ഒരു കൊലപാതകം നടന്നു എന്നത് തന്നെയാണ്. ഏതായാലും ഇതിൽ പോലീസ് വളരെ കർക്കശ നിലപാടിലാണ്. എന്നാൽ ഇന്ന് ജുനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ത് നിലപാടെടുക്കും, 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊലയാളികൾക്ക് ആനുകൂല്യം നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. റീജിത്ത്, ദീപക്, ഇതിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം ഇവർക്ക് കിട്ടിയോ എന്നുള്ള കാര്യം അതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പോലീസ് എന്താണ് സംശയിക്കുന്നത്, ഈ ഘട്ടത്തിൽ എന്താണത് അത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ദീപക്? ഈ കാര്യത്തിൽ റൂറൽ SP KE ബൈജുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ പോലീസ് അത് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതുവരെ അത്തരത്തിൽ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, അതായത് കുട്ടികളല്ലാത്ത ഒരാൾ ഈ കൊലക്കുറ്റത്തിന് വേണ്ടി ഇൻസ്റ്റിഗേഷൻ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം നൽകി, 2 രീതിയിലാണ്. ഒന്ന് പ്രചോദിപ്പിക്കുക, 2 സഹായം നൽകുക എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതിൽ കുട്ടികളുടെ കയ്യിൽ നെഞ്ചക്കുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥി നെഞ്ചക്ക് കൊണ്ടുവരുന്നു, ഇടിക്കട്ട കൊണ്ടുവരുന്നു. ആ നെഞ്ചക്കിന്റെ പരുക്കാണ് 70% തല ഡാമേജ് ആയത്. അതായത് തലച്ചോറിന് ആഘാതമേറ്റതാണ്. അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിലേക്ക്, ഒരു ഗൂഢാലോചനയിലേക്ക് ഏതെങ്കിലും രീതിയിൽ മുതിർന്നവർ, 18 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും പങ്കാളിയായിട്ടുണ്ടോ എന്ന് പോലീസ് വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അതിൽ ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ കേസിൽ പ്രതികളായ ഒരു ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ പോലീസ് അക്കാര്യത്തിൽ സംശയിച്ചിരുന്നു. ഏതായാലും ഇതുവരെ പോലീസിന് അത്തരമൊരു പങ്കാളിത്തത്തിന്റെ വിവരമില്ലെങ്കിലും പോലീസ് അത് വിശദമായി പരിശോധിക്കും. അത്തരം ആൾക്കാരെ പ്രതി ചേർത്ത് നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് റൂറൽ SP KE ബൈജു നമ്മളോട് പറഞ്ഞത്. ഏതായാലും പോലീസ് ഇത് ഗൗരവത്തിലെടുക്കുന്നു. എന്നാൽ ഇനി ജുനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ശ്രീജിത്ത്.